നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രണ്ടാം നഗ്ബ പ്രഖ്യാപിച്ച് ഇസ്രയേൽ. അറബിയിൽ ദുരന്തം എന്നർത്ഥം വരുന്ന നഗ്ബ 1948 അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ 7,60,000 പലസ്തീനികൾ പലായനം ചെയ്യുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്ത പലസ്തീനികളുടെ കൂട്ട കുടിയൊഴിപ്പിക്കലിനെയാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ വീണ്ടും പലസ്തീനികൾക്ക് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. വടക്കൻ ഗാസയിലെ ഏകദേശം 1.1 മില്യൺ നിവാസികൾ 24 മണിക്കൂറിനുള്ളിൽ വീട് വിടണം എന്നുള്ള ഇസ്രയേൽ മുന്നറിയിപ്പാണ് വന്നിട്ടുള്ളത്. ഇതിനെയാണ് രണ്ടാം നഗ്ബ എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ന് ഇസ്ലാമിന്റെ മൂന്നാമത്തെ പുണ്യസ്ഥലമായ അൽ-അഖ്സ പള്ളിയിൽ ഇസ്രയേൽ പതാക ഉയർത്തി. അൽ-അഖ്സ മസ്ജിദ് വളപ്പിൽ ഡസൻ കണക്കിന് ഇസ്രയേലികൾ ഇരച്ചുകയറുകയും ഇസ്രയേൽ പതാക ഉയർത്തുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. വിശുദ്ധ സ്ഥലവുമായുള്ള യഹൂദ ജനതയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായാണ് മെയ് 14 പള്ളിയിൽ ഇസ്രയേൽ പതാക ഉയർത്തുന്നത് എന്ന് ബയാഡെനു എന്ന സംഘടന നടത്തിയ റാലിയിൽ വ്യക്തമാക്കി. ഇസ്രയേലി ടാങ്കുകളും ബുൾഡോസറുകളും കവചിത വാഹനങ്ങളും ജബാലിയയിലെ പലായന മേഖലകളെയും അഭയകേന്ദ്രങ്ങളെയും വളഞ്ഞുകഴിഞ്ഞു. മധ്യഗാസയിലെ നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ വിമാനങ്ങൾ ബോംബെറിഞ്ഞ് കുട്ടികളടക്കം 14 പലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റാഫയിൽ UN കാറിന് നേരെയും ഇസ്രയേൽ സേന വെടിയുതിർത്തു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രദേശത്തുടനീളം ആരോഗ്യ സംവിധാനം തകരുമെന്ന് ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. റാഫയിലെ കുവൈറ്റ് ഹോസ്പിറ്റലിലെ ജീവനക്കാരോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം ഉത്തരവിട്ടിട്ടുണ്ട്. ജൂതന്മാർക്ക് ഹർബൈത്ത് അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ട് എന്നും മുസ്ലിങ്ങൾക്ക് അൽ ഹറം, അൽ ഷരീഫ് അല്ലെങ്കിൽ നോബിൾ സാങ്ച്വറി എന്നും അറിയപ്പെടുന്ന അൽ-അഖ്സ പള്ളി ജെറുസലേമിന്റെ ഹൃദയഭാഗത്തുള്ള കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിലെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമായാണ് മുസ്ലിങ്ങൾ ഈ സ്ഥലത്തെ കാണുന്നത്. മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തത് ഇവിടെ നിന്നാണ് എന്നാണ് ഇസ്ലാം വിശ്വാസം. ജൂതരും മുസ്ലിങ്ങളും ഒരുപോലെ പുണ്യഭൂമിയായി കരുതുന്നിടത്താണ് അൽ-അഖ്സ പള്ളി ഉള്ളത്. ഡോം ഓഫ് ദി റോക്ക്, അൽ-അഖ്സ പള്ളി അഥവാ ഗിബ്ലി മസ്ജിദ് എന്നീ 2 പുണ്യസ്ഥലങ്ങളും കൂടി ചേർന്നതാണ് അൽ-അഖ്സ. ജൂതരുടെ പ്രാർത്ഥനാ കേന്ദ്രമായ പടിഞ്ഞാറൻ മതിലിനെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് ഈ കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. ജൂതരുടെ ഏറ്റവും പവിത്രമായ കേന്ദ്രം കൂടിയാണ് ടെമ്പിൾ മൗണ്ട്. സോളമൻ രാജാവ് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചു എന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ സ്ഥലം ക്രിസ്ത്യാനികൾക്കും വിശുദ്ധമാണ്. ഇസ്രയേലികൾക്കും ഈ സ്ഥലം ഏറ്റവും പവിത്രമാണ്. കാരണം ഇത് യഹൂദ മതത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ്. മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും ഒരുപോലെ പവിത്രമായതിനാൽ അൽ-അഖ്സ പള്ളി ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിലെ ഏറ്റവും സെൻസിറ്റീവ് സൈറ്റ് ആണ് എന്ന് പറയാം. 1967 പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രയേൽ ഈ പ്രദേശം പിടിച്ചെടുത്തിരുന്നു. കിഴക്കൻ ജെറുസലേമിന്റെ ബാക്കി ഭാഗങ്ങളും വെസ്റ്റ് ബാങ്കിന്റെ സമീപ പ്രദേശങ്ങളുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. യഹൂദ വിശ്വാസികളെ പടിഞ്ഞാറൻ മതിലിൽ പ്രാർത്ഥന നടത്താൻ അനുവദിച്ചു. എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ പള്ളിവളപ്പിൽ ആരാധന നടത്താൻ അനുവാദമുള്ളൂ. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് ഹമാസ് ഓപ്പറേഷൻ അൽ-അഖ്സ ഫ്ലഡ് എന്ന് പേരിട്ടത് മുസ്ലിം പള്ളിയിൽ ഇസ്രയേലിന്റെ ഉന്നതാധികാരത്തിനോടുള്ള എതിർപ്പാണ്. അറബിയിൽ ദുരന്തം എന്നർത്ഥം വരുന്ന നഗ്ബ 1948 അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ 7,60,000 പലസ്തീനികളുടെ കൂട്ട ഒഴിപ്പിക്കലിനാണ് കാരണമായത് എങ്കിൽ ഇപ്പോൾ അതുപോലെ തന്നെ ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ വന്നിട്ടുള്ളത്. 1930കളിൽ യൂറോപ്പിലെ പീഡനങ്ങളെ തുടർന്നാണ് തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് ജൂതർ തിരിച്ചുവരുന്നത്. ഇതോടെ പലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള സയനിസ്റ്റ് പ്രസ്ഥാനത്തോടെ അറബികളും ജൂതന്മാരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയായിരുന്നു. 1948 പലസ്തീനിയൻ അറബികളിൽ ഭൂരിഭാഗവും സ്ഥിരമായി കുടിയൊഴിക്കപ്പെട്ടു. ഇതിലേക്ക് നയിച്ചത് 1947 നവംബറിൽ UN ജനറൽ അസംബ്ലി പലസ്തീനെ ജൂതരാജ്യമെന്നും അറബ് രാജ്യമെന്നും 2 രാജ്യങ്ങളായി വിഭജിക്കുന്ന പ്രമേയം പാസാക്കിയതാണ്. ഇത് അന്യായമാണെന്നും UN ചാർട്ടറിന്റെ ലംഘനമാണെന്നും വാദിച്ച അറബ് ലോകം പദ്ധതി നിരസിച്ചിരുന്നു. 1948 ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിച്ചു. ബ്രിട്ടീഷ് സേന വിടവാങ്ങി. ഇതോടെ ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അയൽ രാജ്യമായ അറബ് സൈന്യങ്ങളുടെ പ്രവേശനം എന്നിവയോടെ സ്ഥിതിഗതികൾ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയായിരുന്നു. പുതിയതായി സ്ഥാപിതമായ ഇസ്രയേലി സൈന്യം ഒരു വലിയ ആക്രമണം തന്നെ ആരംഭിച്ചു. അങ്ങനെയാണ് പലസ്തീൻ ജനസംഖ്യയുടെ പകുതിയിലധികം പേരും സ്ഥിരമായി കുടിയിറക്കപ്പെട്ടത്. 2023 മെയ് 15 UN നഗ്ബയുടെ അനുസ്മരണ ദിനം ഏർപ്പെടുത്തിയതിനെ ഇസ്രയേൽ അംബാസിഡർ ഗിലാഡ് എർദാൻ യഹൂദ വിരുദ്ധം എന്നാണ് പ്രസ്താവിച്ചത്.
നഗ്ബയുടെ കാലഘട്ടത്തെ ഇസ്രയേൽ രാജ്യത്തിന്റെ ജനനവും പോരാട്ടത്തെ യഹൂദരുടെ സ്വാതന്ത്ര്യയുദ്ധവും എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പലസ്തീനികൾ ആ ദിവസത്തെ നഗ്ബ അല്ലെങ്കിൽ ദുരന്തം ആയി കണക്കാക്കുന്നു. പലസ്തീനികൾ രണ്ടാം നഗ്ബ നേരിടാൻ സാധ്യത ഉണ്ട് എന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പ്രസ്താവിച്ചത് ലോകമെമ്പാടുമുള്ള രോഷത്തിന് കാരണമായി. എന്നാൽ ഇസ്രയേൽ ഇപ്പോഴും കനത്ത രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നടത്തുന്നത്. ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 35,173 പേർ കൊല്ലപ്പെടുകയും 79,061 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ പുതുക്കിയ മരണസംഖ്യ 1,139 ആണ്. ഡസൻ കണക്കിന് ആളുകൾ ഇപ്പോഴും ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു. ഇതുതന്നെയാണ് യുദ്ധം തുടരുന്നതിനുള്ള കാരണമായി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.